ബിഗ് ബോസ് ലൈറ്റ് നിങ്ങൾ അടുപ്പിന്ന് സിഗരറ്റ് കത്തിച്ചാ അത് പാടില്ല. ഇവിടെ ഭാഗത്തിലാക്കണം. എവന്റെ അല്ല ഇവന്റെ അപ്പന്റെ കാല് ഞാൻ ശരിയാക്കും. അപ്പന്റെ കാല് ശരിയാക്കി ഇവനെങ്ങനെ നടക്കും? ഡോണ്ട് പ്ലേ ജോക്സ്. എനിക്ക് അതല്ല, ആരോഗ്യത്തിന്റെ മുന്നിൽ ഫിസിക്കൽ ടാസ്കിൽ ആർക്കും ജയിക്കാൻ പറ്റില്ല. ഫിസിക്കൽ ടാസ്കിൽ ഇവിടെ കറക്റ്റ് വന്നത് അത് ഞാനാണ് ഫസ്റ്റ്. അത് ഞാൻ പറഞ്ഞത് ബ്രോ, അതുകൊണ്ടാണ് നിങ്ങൾ പേടിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പോണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി ബുദ്ധിയും കൂടെ ഉപയോഗിക്കുക. അതാണ് സ്ട്രോങ് ആയിട്ട് നിക്ക്. ചങ്കല്ല അതെ ഒരു. അതുപോലെ എനിക്ക് രശ്മിയുടെ അടുത്ത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത ഒരാളാണ്. ഇനി മാക്സി അവൻ നിനക്കിട്ട് തന്ന പ്ലേ എന്ന് പറയുന്നല്ലോ, എന്താണ് ആ പ്ലേ? അവൻ കളിച്ച അല്ലെങ്കിൽ അവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഇതൊരു സംഭവം നീ കണ്ടു ചോദിക്കുന്നത്. അതല്ലാതെ നീ അവിടെ വന്നിട്ട് ഞാൻ കണ്ടേ, അല്ലെങ്കിൽ അതല്ല അവരുടെ ആവശ്യം. അവർക്കത് ആരും അറിയരുതെന്നല്ലേ കുട്ട ആവശ്യം അല്ലേ? അതല്ലേ അവരുടെ ആവശ്യം. കുട്ട അതല്ലേ അവരുടെ ആവശ്യം. അത്രേ ഉള്ളൂ. ഇതാണ് കേട്ടോ. നീ ഇതിനകത്ത് ഇപ്പൊ എനിക്ക് വിഷമമായെന്ന് പറഞ്ഞാൽ, നീ അവിടെ പോയി നിന്ന് സംസാരിച്ചെടുത്തൊന്നും അല്ല എനിക്ക് വിഷമമായത്. നീ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായില്ല. പക്ഷെ നീ കരഞ്ഞത്, നീ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞത് ഇവൾ എന്റെ ഫ്രണ്ട് ആണെന്ന് ഞാൻ. അത് ഈ 18 പേരുടെ ജീവനാണ്, ജീവൻ വെച്ചിട്ടാണ് കളിച്ചത്. 18 പേരുടെ ജീവൻ വെച്ചിട്ട് കളിക്കാൻ പാടില്ല. അടുപ്പത്ത് സിഗരറ്റ് കത്തിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല. അത് ചെയ്യാൻ പാടില്ല. അടുപ്പത്ത് സിഗരറ്റ് കത്തിക്കാൻ പാടില്ല. അത് പൊട്ടിത്തെറിച്ച് പോയാലോ? ഗ്യാസ് അവൻ നിങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ലേ? അപ്പൊ ഗ്യാസിന് സിഗരറ്റ് കത്തിച്ചാ എത്ര പേരുണ്ടാവും? നിങ്ങൾ പ്രതികരിക്കണം. ഞങ്ങളുടെ ജീവനുണ്ട്, ഞങ്ങൾക്ക് കുടുംബമുണ്ട്. ഇനി അങ്ങനെ ചെയ്യരുത്. ഇനി ചെയ്യില്ല. അത് ഒറ്റത്തവണ പറഞ്ഞാ പോരെ? ഒറ്റത്തവണ പറഞ്ഞ പോരാ. അവര് രണ്ടാമത് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത് ചെയ്യാനുള്ള ഡോട്ടോ താൻ എന്ത് വർത്താണ് പറയുന്നത്? ഒന്നാമത് ചെയ്ത കാര്യം തെറ്റാണെങ്കിൽ അത് തെറ്റല്ലേ? ഗ്യാസിൽ പാലൊക്കെ പറയണത് നമ്മുടെ ജീവൻ വെച്ചിട്ടോ താങ്കൾ. എല്ലാരും കേൾക്കുന്നത് കുഞ്ഞെന്നാ, പക്ഷെ ഞാൻ എന്നെ വിളിക്കണത് വിമൽ കുമാർ എന്നാ. പിന്നെ ഈ ബാക്കിലത്തെ കൂഞ്ഞെണ്ണാരും പേടിക്കണ്ട കേട്ടോ. ഈ ഞാൻ ജിം എടുത്തപ്പോ മസിൽ കയറി പോയതാ. പിന്നെ ഈ കുട്ടി എന്നെ കൊറോണായിട്ട് നോക്കുന്നു. സോറി, ഞാൻ ബുക്കിടാ. ഇപ്പൊ കുട്ടിക്ക് നിർബന്ധം വെച്ചാ 33943 വിളിച്ചാൽ മതി. എന്റെ ഫോട്ടോ പറ. എന്നാ ഞാനാ കുട്ടി. മുൻപ് മഞ്ഞ ലൈറ്റ് കത്തും. മഞ്ഞ ലൈറ്റ് കത്തുമ്പോൾ ശേഖരിച്ച പന്തുകളുമായി നമ്മൾ ചെളിയിൽ നിന്ന് പുറത്ത് കടക്കണം. ചുവപ്പ് ലൈറ്റ് തെളിയുമ്പോൾ ആരെങ്കിലും ചെളിയിലുണ്ടെങ്കിൽ അവർ മത്സരത്തിൽ നിന്ന് ഔട്ടാവും. എല്ലാവരും ഒരേ സമയം ഗെയിമിൽ പങ്കെടുക്കേണ്ടതാണ്. രണ്ടാമത്തെ ബസർ അടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഗെയിം ഫെയർ പ്ലേ. പോയി നിന്ന് അവിടെ നിൽക്കുക. ഹലോ എന്തായി? എന്നെ തല്ലോ നിങ്ങൾ കയ്യിലോ? അകത്തായോടാ പേടിപ്പിക്കാതെ പോടാ. പേടിപ്പിക്കാണ് ക്യാപ്റ്റൻ എന്നുണ്ടെങ്കിൽ ആ പവർ നമുക്ക്, ഇത് ഇനിഷ്യൽ പവറാണ്. ഓക്കെ, ഇത് ഈ ഒരു പവർ അനുസരിച്ചാണ് നമുക്ക് നാളെ ഗെയിമിനെ ട്വിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒബിയസ്ലി നമ്മുടെ കൂടെയുള്ള ആള് പവർ റൂമിൽ കയറി കഴിഞ്ഞാൽ നമുക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത്. കാരണം ഈ ഒരാഴ്ചത്തെ പവർ റൂം വെച്ചിട്ട് നമുക്ക് 100 days വേണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ശ്രദ്ധിക്കുക. എത്തിയപ്പോൾ ചെളിയിലുണ്ടായിരുന്ന എല്ലാവരും മത്സരത്തിൽ നിന്ന് പുറത്താണ്. ബാക്കിയുള്ളവർ അടുത്ത റൗണ്ടിന് തയ്യാറെടുക്കുക.
എന്റെ കാല് പോയി. വെച്ചോ ഞാൻ എടുത്തു വെച്ചു ആളെ. നീ എന്താ എടുത്ത എന്താ എവിടെ എടുത്തു വെക്കണം? എവിടെ എടുത്തു വെക്കണം? എന്ത് എടുത്തു വെച്ചോ. എന്റെ സംസാരം ഇങ്ങനെയാ. എന്റെ സംസാരം ഇങ്ങനെയാ. കൊടുക്കുന്നുണ്ട്. നേതാവ് റിതേഷ് രാവിലെ മുതൽ ഷണ്ട് കൂടിയുണ്ട്. ഇപ്പൊ നേതാവ് എന്റെ ഭാഗത്ത് ഒരു ഗെയിമർ ആയതുകൊണ്ട് ചിലപ്പോൾ എലിമിനേറ്റ് ആവാൻ ചാൻസ്, എലിമിനേഷൻ ലിസ്റ്റിൽ വന്നാലും ചിലപ്പോൾ ഔട്ട് ആവാൻ ചാൻസ് ഇല്ല. അത് സപ്പോർട്ട് നമ്മളെടുത്ത ആള് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അതെ 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 ചാൻസ്. ഞങ്ങൾ യുണാനിമസ്ലി തീരുമാനിച്ചത് റോക്കിനെ ഇതിലേക്ക് വിടാമെന്നാണ്. റീസൺ പറയാം. ഇവിടെ കുറച്ച് ഡെറിഗേറ്ററി ആയിട്ടുള്ള കമന്റ്സ് വന്നായിരുന്നു. അത് എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്നുള്ളത് കുറച്ച് ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പുള്ളിക്ക് ടോട്ടലി എല്ലാവരുടെ അടുത്തും ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ബിഹേവിയർ എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. അത് തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായം ഇവർ പറഞ്ഞതും. അതൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്നുള്ള ഒരു ഫീലും കൂടെ വന്നു. ലൈക് നമുക്കൊരു എതിരാളി. റോക്കി അടുത്തയാഴ്ചയിലെ എവിക്ഷൻ പ്രക്രിയയിലേക്ക് നേരിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ഗബ്രി, ഇത് നോമിനേഷനുള്ള വോട്ടിംഗ് ആണ്. ഈ വീട്ടിൽ നിന്നും പുറത്തു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന 2 വ്യക്തികളുടെ പേരുകൾ കാരണസഹിതം നോമിനേറ്റ് ചെയ്യുക. ഞാൻ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യണത് ജിൻഡോ ചേട്ടനെയാണ്. കാരണം വെറുതെ ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് ഒരുപാട് വർത്താനം പറയുന്നുണ്ട്, പിന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഒരു അപ് ടു ദ മാർക്കായിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എന്റെ രണ്ടാമത്തെ നോമിനേഷൻ സിജോ ആണ്. കാരണം ഐ ഫീൽ ലൈക്ക് സിജോ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ചായ നമ്മൾ ഒരു പ്രാവശ്യം ഇടുള്ളൂ. ഒരു സെക്കൻഡ്, രാവിലെ ചായ ഉണ്ടാക്കിയതാരാ? ചായ വളരെ മോശമായിരുന്നു. ഇന്നത്തെ ചായ ഞങ്ങൾ ചായ കുടിച്ചൊക്കെ വളരെ മോശമായിരുന്നു. അപ്പൊ നല്ല ചായ ഉണ്ടാക്കാൻ ശ്രമിക്കാം. നല്ല ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കുടിക്കുന്ന പോലെ അങ്ങനെയല്ല പാലുണ്ടാക്കുന്നുള്ള നല്ല ചായ തിളപ്പിക്കാം. നല്ല ഞാൻ ഒരു നല്ല ചായ കുടിച്ചിട്ടില്ല. ഓക്കെ ആയിക്കോട്ടെ, അത് പറയട്ടെ. ഓക്കെ, കിച്ചണിലെ പണിക്കാരന്മാർ കയറിയിട്ടില്ലേ? അവരെല്ലാവരും നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാം. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന ചേട്ടൻ കയറും. ഫുഡിനാക്കുന്ന കാര്യം കയറിയതിനാ ഈ ചാടി കയറണമല്ലോ. ഫുഡിനാക്കണം പറഞ്ഞു ഞാൻ അവരെ നോക്കി പറഞ്ഞേ. തിന്നാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ആരെങ്കിലും ഭക്ഷണം വെച്ചിട്ടുണ്ടോ? മറുപടി പറഞ്ഞിട്ട് ഫുഡ് ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാവർക്കും വേണ്ടി ഫുഡ് ഉണ്ടാക്കും. ഞാൻ ഇവിടെ മറ്റേ ഷെഫ് പഠിച്ചിട്ട് ഇവിടെ ആരും വന്നിട്ടില്ല. ഫുഡ് ഉണ്ടാക്കാൻ ചേട്ടൻ ഉണ്ടാക്കും. ചേട്ടൻ എടുക്കോ? ഭക്ഷണം വെക്കാനുള്ളത് കിച്ചൺ ടീമിന്റെ അവകാശമാണ്. ഞങ്ങൾ കോർ ടീമാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് വേണമെങ്കിൽ തിന്നാം. ചായ ഉണ്ടാക്കാൻ പറ്റില്ല. ചായ വളരെ നല്ല ചായ ഉണ്ടാക്കണം. കൃത്യമായിട്ട് ഓരോന്നാണ് ഇറങ്ങിക്കോളൂ. അമ്മേ എല്ലാവരും ഒരാളാണ്. ഓട്ടമ്മ അല്ല, നോമിനേറ്റ് ആയ ഇവിടെ അല്ല. 1 മിനിറ്റ് ചേട്ടൻ ഇതിൽ പറയണ്ടോ? പറയാൻ സമയത്ത് മിണ്ടാതെ പറയട്ടെ, ആള് പറയട്ടെ. എങ്ങനെയാണ് ഫുഡിനൊക്കെ ടീമുകളൊന്നും എനിച്ചെന്ന് കാണാന് എനിക്ക് പറയാനുള്ള അവസരം ഞാൻ കാര്യം പറയട്ടെ. ഫുഡ് ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല. ചായ ബേസിക്കില്ല. ചേട്ടൻ നാളെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറ. നമുക്ക് സെറ്റ്. ഇപ്പൊ ചേട്ടൻ കാമായിട്ട് ചേട്ടന്റെ മേളിൽ എല്ലാവരും കയറാൻ നോക്കും. എല്ലാവരും എന്റെ മേത്ത് കയറണം. എന്റെ മേത്ത് എല്ലാവരും കയറണം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതുവരെ അതിന് ചായ ഇടാനോ അല്ലെങ്കിൽ ഫുഡിന്റെ ടീമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വേണ്ടവർ കയറി ഇട്ട് കുടിച്ചിട്ടുണ്ട്. അത്രയും മോശം ചായ ആണെങ്കിൽ ഒന്നെങ്കിൽ സ്പോട്ടിൽ പറയണം മോശം ചായ ആണെന്ന്, അല്ലെങ്കിൽ പുള്ളിക്ക് വേണമെങ്കിൽ പുള്ളിക്ക് കയറി ഇട്ട് കുടിക്കാം. ഇതുവരെ അങ്ങനല്ലേ കുടിച്ചോണ്ടിരുന്നത്. ഞാൻ നല്ല ചായകൾ കുടിക്കാറ്. അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് ഒരു ദിവസം പോലെ ഒരു നല്ല ചായ എനിക്ക് കിട്ടിയില്ല. ഇന്നലെ ഇന്നും വന്നിട്ട് ഒരു നല്ല ചായ കിട്ടിയില്ല. ഞാൻ മേഡത്തിനോട് ചോദിച്ചു, മേഡം ആണോ ചായ ഇട്ടെന്ന്.
ചോദിച്ചില്ലേ മാഡം? ചോദിച്ചു മേഡാണെന്ന് പറഞ്ഞു. ആ മേഡത്തിനോട് ഞാൻ പറഞ്ഞ മേഡം ഉണ്ടാക്കിയ ചായ കൊള്ളില്ലാന്ന്. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞില്ല? ഒരു മിനിറ്റ്. അറിയാമായിരുന്നല്ലോ, ജിന്നവർക്ക് ചായ ഉണ്ടാക്കാൻ അറിയാമല്ലോ, അറിയായിരുന്നു. കിച്ചണിൽ പോയി നല്ല ചായ ഉണ്ടാക്കി കുടിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞ സിമ്പിളല്ലേ? ചായ ഉണ്ടാക്കിയതിന്റെ നീ ഇപ്പൊ പറഞ്ഞു എല്ലാ ടീമിനെ കഴിഞ്ഞില്ല. ഓപ്പൺ ആയിട്ട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അയാൾ കൈ വെച്ചിട്ട് വെച്ചാൽ ആരാണെങ്കിലും അയാള് വെറുതെ നമ്മൾ പേടിക്കുന്ന ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഞാൻ കൈ ഇങ്ങനെ ഇരിക്കല്ലേ ചെയ്തേ? ഞാൻ അർജുന്റെ അടുത്ത് ഞങ്ങൾ അർജുന്റെ അടുത്ത് പറയണം മാറിക്ക് അടിക്കട്ടെ. ഞാൻ അങ്ങനെയല്ലേ ഇരുന്നത്. തന്നെ കഴിയല്ലോ. അതുമല്ല